നമ്മളുടെ സൈക്കോളജി എന്ത് കൺട്രോൾ വേണമെന്നല്ലേ. ഇതൊന്നുമല്ല നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. മണി നമ്മൾക്ക് കാണാൻ പറ്റാത്തതിലാണ്. ഈ അവസ്ഥ ഫേസ് ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗേൾസ്. ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഒരു ബുക്ക് റിവ്യൂ ആയിട്ട് വരുന്നത്. റീസെന്റ് ആയിട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസും PSC സ്റ്റഡി വ്ലോഗാണ്. കാരണം PSC എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് PSC ആണ് ഫോക്കസ് ചെയ്യുന്നത്. എലോങ് വിത്ത് ദാറ്റ് എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ റീസെന്റ് ആയി വായിച്ചൊരു ബുക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടും ആ ബുക്കിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ ബുക്കാണിത്, സൈക്കോളജി ഓഫ് മണി. ബുക്ക് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണം കമന്റിൽ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. എവിടെ നോക്കിയാലും എല്ലാ ബുക്ക് സ്റ്റോളിലും ഈ ബുക്ക് ഭയങ്കര കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഫൈനാൻസിനെ പറ്റി, മണി മാനേജ്മെന്റിനെ ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് വായിച്ചത്. ഈ ബുക്ക് മെയിൻ ആയിട്ട് മണി മാനേജ്മെന്റിനെ പറ്റി പറയുന്ന ഒരു ബുക്കാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഈ ബുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. പണവും നമ്മളുടെ സൈക്കോളജി, ഇതാണ് ബുക്കിലെ പ്രധാന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ബുക്ക് പറയുന്നത്? 1-2 ടേംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് നമുക്ക് നല്ല കൺട്രോൾ വേണം. സെക്കൻഡ് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ സ്പെൻഡിങ്, പിന്നെ നമ്മുടെ ടൈം ലൈൻ, അടുത്തത് കമ്പൗണ്ടിങ്. എന്തൊക്കെയാണല്ലേ? അപ്പോൾ ഈ ബുക്ക് പറയുന്ന ഒരു 4 പ്രധാന കോൺസെപ്റ്റുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, മണിയെ പറ്റി പഠിക്കാൻ ഇഷ്ടമാണ്, സൈക്കോളജി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കൺട്രോൾ വേണമെന്നല്ലേ. എന്ത് കൺട്രോൾ വേണമെന്നല്ലേ? സോ ഈ ബുക്കിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണം സമ്പാദിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം പണം ചെലവാക്കാനാണെന്നാണ്. കാരണം ബുക്ക് പറയുന്നത് മണി ഈസ് നോട്ട് ജസ്റ്റ് മാത്സ്, മണി ഈസ് ബിഹേവിയർ, മണി ഈസ് ഇമോഷൻ, മണി ഈസ് സെക്യൂരിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം പണം വളരെ സമാധാനം തരും. എല്ലാവരും പറയും പണം ജീവിതത്തിൽ എല്ലാം തരത്തില്ല എന്ന് പറയുന്നവരുണ്ടാവും, പക്ഷേ പണം സമാധാനം തരുമെന്ന് വിശ്വസിക്കുന്ന കോൺസെപ്റ്റിലുള്ള ആളാണ് ഞാനും. കാരണം എനിക്കിപ്പം സാലറി കിട്ടി എൻ്റെ കയ്യിൽ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സമാധാനം തോന്നാറുണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ എന്ന് പറയുമ്പം ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ, എനിക്ക് അത്ര ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ല, എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല, എനിക്ക് ചെറിയൊരു സാലറിയൊക്കെ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വലിയ സേവിങ്സ് ഒന്നുമില്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അത് എങ്ങനെ ഏത് വഴിക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നാണ് ഈ ബുക്ക് ആദ്യം പറഞ്ഞു വെക്കുന്നത്. അപ്പം മണി എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിൽ ഈ ബുക്കിൽ തന്നെയുള്ളൊരു നല്ലൊരു സെൻറ്റൻസ് ഉണ്ട്, ഞാനത് പറയാം. Doing well with money has little to do with how smart you are and lot to do with how you behave. നമ്മുടെ കയ്യിലുള്ള പണം എത്രയാണെന്നുള്ളതല്ല, നമ്മളത് എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഫാക്ടർ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും? അടുത്തൊരു കോൺസെപ്റ്റ്, ഇതൊക്കെ മനസ്സിലായി, പണം നമ്മുടെ കയ്യിൽ കുറവാണ് അല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിലുണ്ട്, ഇത് കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാ നോക്ക്. ഈ ബുക്ക് പറയുന്നത് പണം കൺട്രോൾ ചെയ്യാനും പണത്തെ പറ്റി പഠിക്കാനും നിങ്ങൾ ജീനിയസ് ആയിരിക്കണം എന്നല്ല, പകരം നിങ്ങൾ ആ പണത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മണി ഈസ് നോട്ട് വാട്ട് യു സീ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം പണം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഫോൺ അല്ലെങ്കിൽ എൻ്റെ വണ്ടി, എൻ്റെ വീട്, അങ്ങനെ നമ്മൾ കാണുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. നമ്മൾ പുറമേ കാണുന്ന കുറേ ഫാക്ടേഴ്സ്. പലർക്കും പല കാര്യങ്ങളോട് ക്രേസ് ഉണ്ടാവും, പലപ്പോഴും അത് വേണ്ടിയിട്ട് പോലും ആവില്ല, വേറെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മണിയല്ല. മണി നമുക്ക് കാണാൻ പറ്റാത്തതിലാണ്. ലൈക്ക് നമ്മുടെ സേവിങ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കുന്ന നമ്മുടെ എമർജൻസി ഫണ്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പണം നമുക്ക് എന്തിനു ചിലവഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ, നമുക്ക് സമാധാനം കണ്ടെത്താൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ മണി ഈസ് നോട്ട് വാട്ട് യു സീ, ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ് ഓദർ ഈസ് ഗോയിങ് ടു സീ. അടുത്തൊരു കോൺസെപ്റ്റാണ് ഇമോഷണൽ സ്പെൻഡിങ്. ഈ ഒരു കോൺസെപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ ബുക്ക് വായിക്കുന്ന എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരാൾക്ക് വേണ്ടി ഉള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും, എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്, സർവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഇമോഷണൽ സ്പെൻഡിങ് എന്ന് പറയുന്നത്. ഇമോഷണൽ സ്പെൻഡിങ്ങിലൂടെ ഓരോ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളൊരു മൂഡില്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു കണ്ടീഷനിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേക്കാം, എന്താ വല്ല മേടിച്ച് കഴിച്ചേക്കാം, എന്നാൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തേക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും അല്ലേ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും എന്നാലും അത് വേണ്ടായിരുന്നു. ഇങ്ങനെ ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. ഈ ഒരു കോൺസെപ്റ്റ് സിമ്പിളായി പറഞ്ഞു വെക്കുന്നതാണ് ഇമോഷണൽ സ്പെൻഡിങ്. നമ്മുടെ സ്ട്രെസ്സിനും നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരമായിട്ട് നമ്മൾ ഓരോ കംഫർട്ട് കണ്ടെത്തുന്നു. അതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഓരോ പറയുന്നത്. കാരണം നമ്മൾ പണത്തെ കൺട്രോൾ ചെയ്യാനാണ് ഈ ബുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പണം എവിടെ പോകുന്നു എന്ന് നമ്മൾ അറിയണം അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഓതർ ട്രൈങ് ടു സീ. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൈം ലൈൻ ആണ്. സത്യം പറഞ്ഞാൽ ഈ ബുക്കും
ഈ പറയുന്ന കോൺസെപ്റ്റും തമ്മിലുള്ള കണക്ഷൻ എനിക്ക് ആദ്യമേ കിട്ടിയൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് കണക്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. ടൈം ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ടറുണ്ട്, സക്സസ് ഫെയിലിയർ. കുറേ ഫെയിലിയേഴ്സിന് ശേഷം നമ്മൾ സക്സസ് ആവും. സക്സസ് ആയിട്ടുള്ള എല്ലാവരും ഫെയിലിയർ ആയിട്ടുണ്ട്. ഇതെല്ലാവരും കേട്ടപ്പെടുത്ത കാര്യമാണല്ലേ. സോ ഈ ബുക്ക് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്ന ഒരു 100% സക്സസ്സും അല്ല, ഫെയിലിയർ എന്ന് പറയുന്ന ഒരു 100% ഫെയിലിയറും അല്ല. ഈ ബുക്കിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ലക്ക് അതിൽ ഫാക്ടറായി വരുന്നുണ്ട്, ടൈം അതിൽ ഫാക്ടറായി വരുന്നുണ്ട്, പിന്നെ വേറെ അതർ ഫാക്ടേഴ്സും ഉണ്ട്. നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമുണ്ട്, ലക്ക് ഉണ്ട് എന്നുള്ളത്. ചില സമയത്തൊക്കെ ഉണ്ട്, അത് സത്യമാണ് താനും. ഈ ബുക്കിൽ പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ വെച്ച് വേറൊരാളെ ആയിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ പറയും നമ്മളെ വെച്ച് നമ്മളെ വേറൊരാളെ കമ്പയർ ചെയ്യരുത്, പറയാനൊക്കെ ഈസിയാണ്. പക്ഷേ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കേസിൽ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ചുറ്റും, എൻ്റെ റിലേറ്റീവ്സ് ഇപ്പം ഫൈനാൻഷ്യലി നല്ല സെക്യൂർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നു, +2 കഴിയുന്നു അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്നു, പഠിച്ചിറങ്ങുന്നു, ഉടനെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഒരു ലോണൊക്കെ എടുത്ത് പുറത്ത് പോയി എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നു, സെറ്റിൽ ആവുന്നു. നേരെ മറിച്ച് നമ്മളാണെങ്കിലോ, നമ്മളൊരു ഡിഗ്രിയൊക്കെ നാട്ടിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു PG പഠിക്കുന്നു, അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്ഥിരമായിട്ട് ജോലി കിട്ടോ, PSC കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പ്രൈവറ്റ് ജോലി കിട്ടും, ആ ജോലി കിട്ടുന്നു, ആ ശമ്പളം കൊണ്ട് എന്തെങ്കിലും ആവുമോ, ഇല്ല. നമ്മളിങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നു, PSC പഠിക്കുന്നു, വീണ്ടും ഇങ്ങനെ നടക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ എന്താ, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ഈ അവസ്ഥ ഫേസ് ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ? ഞാൻ ഈ അവസ്ഥ കുറേ ഫേസ് ചെയ്ത് വഴിക്കെത്തിയ ആളാണ്. മറ്റുള്ളവർ നമ്മളെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെറ്റിലായി, അല്ലെങ്കിൽ അവർക്കത് കിട്ടി, അവർ പ്ലേസ്ഡായി, അവർക്ക് അങ്ങനെയുണ്ട്, അവർക്ക് ഇങ്ങനെയുണ്ട്. ഈ പ്ലേസ്ഡ് ആയവരും സെറ്റിലായവർക്കും എല്ലാം ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു ഫാക്ടർ ഉണ്ട്. ആ സെയിം ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കുമല്ലോ നമ്മൾക്ക് കിട്ടിയത്. ആ ഒരു കാര്യം സിമ്പിളായി പറയുന്നതാണ് ടൈം ലൈൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. കാരണം ഈ ഒരു കോൺസെപ്റ്റ് മെയിനായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എൻ്റെ റെസ്പോൺസിബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എന്തിനാണ് രണ്ടുപേരും ഒരേ സമയത്ത് സക്സസ് ആവണം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് ഒരിടത്ത് എത്തണമെന്ന് പറയണം? രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഒന്നല്ലല്ലോ. രണ്ടുപേരും 2 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ടുപേരും ഒരിടത്ത് എത്തണം എന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. അത്രയും ബുക്ക് പറഞ്ഞു വെക്കുന്നുള്ളൂ. സോ ബേസിക്കലി ഈ ബുക്കിൽ ഉള്ള ഒരു സിമ്പിൾ സെന്റൻസ് ഉണ്ട്, യുവർ ടൈം ലൈൻ ഇസ് നോട്ട് റോങ് ജസ്റ്റ് ബിക്കോസ് സംവൺ എൽസ് റീച്ച്ഡ് ഏർലിയർ. അത്രയേ ഉള്ളൂ. സോ നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകും. സോ 4ാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. കോമ്പൗണ്ടിങ് എന്ന വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിങ്ങിനെ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. കാരണം അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓതർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളും കോമ്പൗണ്ടിങ് ചെയ്യുക, അതായത് ചെറുതായി ചെയ്യുന്നത് കോമ്പൗണ്ട്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ സക്സസ് കിട്ടുമെന്ന് പറഞ്ഞ പോലെ, നമ്മൾ ചെറിയ എക്സസൈസ് ചെയ്താൽ നമുക്ക് ബെറ്റർ ആരോഗ്യം കിട്ടും. ഒരു 100 രൂപ വെച്ച് സേവ് ചെയ്താൽ അത് പിന്നീട് കൂടുതൽ പൈസയായിട്ട് മാറും. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ സ്മോൾ എഫേർട്സ് ആണ് ഫ്യൂച്ചറിൽ അത് കോമ്പൗണ്ട് ചെയ്ത് നമുക്ക് വലിയ റിസൾട്ട്സ് തരുന്നത് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു വെക്കുന്നത്. സോ ഈ പറഞ്ഞ 4 കോൺസെപ്റ്റാണ് പ്രധാനമായിട്ട് ഈ ബുക്കിൽ പറയുന്നത്. പിന്നീട് ഈ ബുക്ക് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ബുക്ക് ഒരു ഫൈനാൻഷ്യൽ ബുക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഫൈനാൻഷ്യൽ ലേണിംഗ് എന്നൊരു ആസ്പെക്റ്റിൽ ഈ ബുക്ക് തോന്നിയില്ല. ഞാൻ ആ ഒരു പ്ലാനിലാണ് ഇത് വായിച്ചതെങ്കിൽ പോലും ഈ ബുക്ക് പ്രധാനമായിട്ടും ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. നമുക്ക് കുറച്ചുകൂടെ ഒരു റിലാക്സ് ഫീൽ, നമുക്ക് എന്താണ് മണി, നമ്മുടെ മണി സ്പെൻഡിങ് വേ എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡായിട്ടാണ് ഈ ബുക്ക് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ബുക്കിൽ ഒരു നല്ലൊരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് തോന്നിയ സെൻറ്റൻസ് ഉണ്ട്, മണി ഗീവ് യു ഓപ്ഷൻസ് ആൻഡ് ഓപ്ഷൻസ് ഗീവ് യു പീസ്. സോ നിങ്ങൾക്ക് ഈ ബുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കിത് വായിക്കാം. വായിച്ചിട്ട് നിങ്ങളുടെയും അഭിപ്രായം പറയുക. ഓൾറെഡി വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.